ലിജോയുടെ വേറൊരു പ്രത്യേകത, ഒരുപക്ഷെ ലിജോ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പശ്ചാത്തലം എൻ്റെ ചോദ്യത്തിലുണ്ട്. എൻ്റെ കാരണം വെച്ചാൽ കേരളത്തിലെ ക്രിസ്തീയ ജീവിതത്തിന് ഒരുപക്ഷെ വിജയ്ക്ക് അറിയണ്ടാവില്ല, ഞാൻ കുറച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുയിസം കേരളത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ എത്തിയൊരു മതമാണ് ക്രിസ്ത്യാനിറ്റി. ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു 1, 2 വന്നതാണ്. ഇവിടുത്തെ ബ്രാഹ്മിൺസൊക്കെ വരുന്നത് 7th, 8th വരുന്നത്, 7, 8. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു തനതായ ഇൻഡിജിനസ് ആയിട്ടുള്ള ക്രിസ്തു മതത്തെ യഥാർത്ഥത്തിൽ പിഴുതെറിഞ്ഞ് കളഞ്ഞത് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഇൻവേഷനോടെയാണ്. അപ്പോൾ ഈ മലയാളത്തിലൊരു ക്രിസ്ത്യൻ ഫോക്കുണ്ട്. അപ്പം ലിജോ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ചരിത്രപരമായ പശ്ചാത്തലം ഒരുപക്ഷെ ലിജോ അറിയുമെന്ന് എനിക്കറിയില്ല. ലിജോ അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ കേരളത്തിൽ പിഴുതെറിയപ്പെട്ട, പാശ്ചാത്യ വരവോടുകൂടി പിഴുതെറിയപ്പെട്ട വളരെ പുരാതനമായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ക്രൈസ്തവ ഫോക്കിൻ്റെ ഒരു പുനർജീവനം ഒരുപക്ഷെ ലിജോയുടെ പാട്ടുകൾ കാണുന്നുണ്ട്. ഞാൻ കറക്റ്റ് കൺവേ ചെയ്തോ ലിജോ? അല്ല, എനിക്ക് ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സിനിമ പർട്ടിക്കുലർലി നമ്മളൊരു എഴുതുകയോ ചിന്തിക്കുകയോ അത് വിഷ്വലി മനസ്സിലായി ആലോചിക്കുകയോ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ബ്ലോഗ്സും എന്നെ ബാധിക്കാറില്ല. അത് ഒരു റൂൾ ബുക്ക് വെച്ചിട്ട്, അതായത് ഇന്നത് ഞാൻ ചെയ്താൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലോഗ്സ് ഒന്നും എനിക്ക് മൈൻഡിൽ ഉണ്ടാവാറില്ല സാധാരണ. ബ്ലോക്ക് അല്ലെങ്കിൽ ചില സമയത്ത് ലിജോ കയറി റിയാക്ട് ചെയ്യാറുണ്ട്. അല്ല, റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു കേട്ടോ, ഏതോ ഒരാളിനകത്ത് മറ്റേ ക്രിസ്ത്യൻ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്നും പറഞ്ഞ് എവിടെയോ റിവ്യൂ ചെയ്തപ്പോൾ ലിജോ കയറിയിട്ട് കുറച്ച് അവരെ ഒന്ന് ആക്കി സ്വീപ്പാക്കി മക്കാറാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്തു. ശരിയല്ലേ? അത് വളരെ മാന്യമായിട്ടാണല്ലോ ഞാൻ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആ മാന്യതയിലാണ് അവനെ പിടിച്ചതെന്നാണ് പറഞ്ഞത്. അതാണ് ഒരു 2 തെറി പറഞ്ഞിരുന്ന കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത്, അതായത് നമ്മളൊരു പീസ് ഓഫ് ആർട്ടിനെ ഇതിന് മാത്രം ഭയങ്കര കുലങ്കുഷമായി അനലൈസ് ചെയ്ത് കീറി മുറിച്ച് സിനിമ കാണേണ്ട പോലും ആവശ്യമില്ല. സത്യം ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കാത്ത പോലും കാര്യങ്ങൾ ആളുകൾ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ നമ്മുടേതായ രീതിയിലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നിരൂപക വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും. നമ്മൾ മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രേ പറഞ്ഞോളൂ. ആക്ച്വലി അങ്കമാലി ഡയറീസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോലും നോക്കി കണ്ടിട്ടില്ല. അപ്പൊ താങ്കളുടെ വീട്ടിലെ എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയൂ. അവിടെയാണ് കലക്കിയത്. എല്ലാവർക്കും അന്വേഷണം പറഞ്ഞു, നല്ല നമസ്കാരം പറഞ്ഞിട്ടാണ് അല്ല, അപ്പൊ അത് നമ്മുടെ ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്തു. നമ്മുടെ മാന്യത തൃശ്ശൂരുകാരനാണേ.